ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും അനുഗ്രഹപൂർവമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. തീരം ഡെയിലി ബൈബിൾ മെഡിറ്റേഷൻ എന്ന ഈ ആത്മീയ അനുഗ്രഹീതമായ യാത്രയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഈ പുതിയ പ്രഭാതം നമുക്ക് സമ്മാനിച്ച കരുണാമയനായ ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. നമ്മെ വിളിക്കുകയും സംരക്ഷിക്കുകയും തൻ്റെ സ്നേഹത്തിൽ നമ്മെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിന് സകല മാനവും മഹത്വവും നമുക്ക് സമർപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ നിശബ്ദമാക്കി ജീവൻ്റെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, തമ്പുരാനെ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ താഴ്മയോട് കടന്നു വരുന്നു. ഇന്ന് ഞങ്ങൾ ധ്യാനിക്കുന്ന തിരുവചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുന്നതായി തീരുമാറാക്കണമേ. അങ്ങയുടെ സ്നേഹത്തിലും കരുണയിലും ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളണമേ. അങ്ങയുടെ സ്നേഹവും കരുതലും കൂടുതൽ അനുഭവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ മഹത്വത്തിനായി സമർപ്പിക്കപ്പെട്ട ഒരു വിശുദ്ധ അർപ്പണമായി മാറുവാൻ അവിടുന്ന് കൃപ നൽകണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന വായന, തിരുവചന ധ്യാനം പുറപ്പാട് പുസ്തകം 28 അധ്യായം 6 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗമാണ്. പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായി ഏഫോദ് ഉണ്ടാക്കണം. അതിൻ്റെ രണ്ടറ്റത്തോട് ചേർന്നതായി 2 ചുമൽഖണ്ഡമുണ്ടാക്കണം. അങ്ങനെ അത് തമ്മിൽ ഇണച്ചിരിക്കണം. അത് കെട്ടിമുറുക്കുവാൻ അതിന്മേലുള്ളതായ ചിത്രപ്പണിയായ നടുക്കെട്ട് അതിൽ നിന്നു തന്നെ അതിലെ പണി പോലെ പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ടായിരിക്കണം. അതുകൂടാതെ 2 ഗോമേദകക്കല്ലെടുത്ത് അവയിൽ ഇസ്രായേൽ മക്കളുടെ പേര് കൊത്തണം. അവരുടെ പേരുകളിൽ 6 ഒരു കല്ലിലും ശേഷമുള്ള 6 മറ്റേ കല്ലിലും അവരുടെ ജനനക്രമത്തിൽ ആയിരിക്കണം. രത്നശില്പിയുടെ പണിയായി മുദ്ര കൊത്തും പോലെ 2 കല്ലിലും ഇസ്രായേൽ മക്കളുടെ പേര് കൊത്തണം. അവ പൊൻതടങ്ങളിൽ പതിക്കണം. കല്ല് 2ഉം ഏഫോദിന്റെ ചുമൽഖണ്ഡങ്ങളിന്മേൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഓർമ്മക്കല്ലായി വയ്ക്കണം. അഹരോൻ യഹോവയുടെ മുൻപാകെ അവരുടെ പേര് ഓർമ്മയ്ക്കായി തൻ്റെ 2 ചുമലിന്മേലും വഹിക്കണം. ഇപ്രകാരമാണ് ഈ തിരുവചന ഭാഗത്തിൽ നാം കാണുന്നത്. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ വചനഭാഗത്തിൽ ദൈവം പുരോഹിതനായ അഹരോൻ ധരിക്കേണ്ട ഏഫോദിനെ, അതിൻ്റെ നിർമ്മാണത്തെയും കുറിച്ചാണ് മോശയോട് നിർദ്ദേശിക്കുന്നത്. സ്വർണം, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പു നൂലുകൾ കൊണ്ട് നെയ്തെടുത്ത ഏഫോദിൻ്റെ തോൾപട്ടികളിൽ 2 ഒനിക്സ് രത്നങ്ങൾ പതിച്ചിരിക്കുന്നു. ഈ രത്നങ്ങളിൽ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളുടെ പേരുകൾ കൊത്തിവെക്കപ്പെട്ടിരിക്കുന്നു. അഹരോൻ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ പേരുകൾ തൻ്റെ തോളുകളിൽ വഹിക്കേണ്ടതായിരുന്നു. ഇത് ഒരു വലിയ ആത്മീയ സത്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ദൈവത്തിന്റെ ജനങ്ങൾ അവിടുത്തേക്ക് വിലപ്പെട്ടവരാണ്. അവരുടെ പേരുകൾ അവിടുത്തെ ഓർമ്മയിൽ എന്നും നിലനിൽക്കുന്നു എന്ന ആ വലിയ സത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു തിരുവചന ഭാഗമാണ്. ഇന്ന് നമ്മുടെയും ജീവിതം അതുപോലെ തന്നെയാണ്. നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ കണ്ണുനീരും നമ്മുടെ പോരാട്ടങ്ങളും കർത്താവിന് അറിയാം. നാം മറക്കപ്പെട്ടവരോ ഉപേക്ഷിക്കപ്പെട്ടവരോ അല്ല. നമ്മുടെ മഹാപുരോഹിതനായ യേശുക്രിസ്തു ഇന്നും നമ്മെ തൻ്റെ സ്നേഹത്തിൽ വഹിക്കുകയും പിതാവിൻ്റെ മുൻപാകെ നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ഈ പ്രഭാതത്തിൽ നമുക്ക് ഈ സത്യം
നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഞാൻ ദൈവത്തിന് വിലപ്പെട്ടവനാണ്, എൻ്റെ പേര് അവിടുത്തെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന ആ വലിയ സത്യം. പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ സ്വർഗീയ പിതാവാം ദൈവമേ, ഇന്നത്തെ തിരുവചന സന്ദേശത്തിനായി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയോട് എത്ര വിലപ്പെട്ടവരാണ് എന്ന് ഞങ്ങളെ തിരിച്ചറിയുവാൻ അവിടുന്ന് സഹായിച്ച കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൻ്റെ ഭാരങ്ങളും പരീക്ഷണങ്ങളും ഞങ്ങളെ തളർത്തുമ്പോൾ ഞങ്ങളെ വഹിക്കുന്ന അങ്ങയുടെ ശക്തമായ കരങ്ങളെ ഓർക്കുവാൻ തമ്പുരാനെ ഞങ്ങൾക്ക് കൃപ നൽകണമേ. മറ്റുള്ളവരുടെ ഭാരങ്ങളും സ്നേഹത്തോടെ വഹിക്കുവാനും അങ്ങയുടെ കരുണയുടെ പ്രതിഫലനങ്ങളായി ജീവിക്കുവാനും ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഈ സന്ദേശം കേൾക്കുന്ന ഓരോ വ്യക്തിയെയും അവരുടെ കുടുംബങ്ങളെയും തമ്പുരാനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. രോഗികൾക്ക് സൗഖ്യവും, നിരാശയിലായിരിക്കുന്നവർക്ക് പ്രത്യാശയും, വിഷമിച്ചിരിക്കുന്നവർക്ക് സമാധാനവും നൽകണമേ. ഇന്നത്തെ ഈ ദിവസത്തെ മുഴുവൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.